പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനങ്ങൾ തുടരുകയാണ്. സ്വാമിജി പറയുകയാണ്, മുത്തുച്ചിപ്പിയെപ്പോലെ ആവുക, മുത്തുച്ചിപ്പിയെപ്പോലെ ആയിത്തീരുക. അതിമനോഹരമായ ഒരു ഭാരതീയ നാടോടിക്കഥയുണ്ട്. സ്വാതി നക്ഷത്രം ഉദിച്ചുയരുമ്പോൾ മഴ പൊഴിയുകയാണെങ്കിൽ അതിൽ ഒരു തുള്ളി മുത്തുച്ചിപ്പിക്കുള്ളിൽ പതിയുകയാണെങ്കിൽ അത് മുത്തായി മാറുമെന്ന് മുത്തുച്ചിപ്പിക്കറിയാം. അതിനാൽ സ്വാതി നക്ഷത്രം ഉദിക്കുമ്പോൾ ആ വിലപിടിച്ച മഴത്തുള്ളിക്കു വേണ്ടി ചിപ്പി കാത്തിരിക്കും. മഴത്തുള്ളി ഉള്ളിൽ പതിച്ചാലുടൻ ചിപ്പി അതിൻ്റെ കവചമടച്ച് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകും. അവിടെ ക്ഷമയോടെ വർഷങ്ങളോളം കാത്തിരുന്ന് ദീർഘമായ തപസ്സിലൂടെ മഴത്തുള്ളിയെ മുത്താക്കി മാറ്റും. നമ്മൾ അതുപോലെ ആയിരിക്കണം. ആദ്യം കേൾക്കുക, പിന്നെ മനസ്സിലാക്കുക, പിന്നെ ശ്രദ്ധ മാറ്റുന്നവയിൽ നിന്നകലുക. പുറത്തു നിന്നുള്ള സ്വാധീനങ്ങൾക്ക് മനസ്സ് തുറക്കാതിരിക്കുക. നിങ്ങളിലെ സത്യത്തെ വികസിപ്പിക്കുവാൻ സ്വയം സമയം സമർപ്പിക്കുക. നിങ്ങളിലെ ശക്തിയെ ശിഥിലീകരിക്കാവുന്ന ഒരപകടമുണ്ട് അവിടെ. പുതുമ കണ്ട് ഒരാദർശം കൈക്കൊള്ളുക, പിന്നെ പുതിയ മറ്റൊന്നിനും വേണ്ടി അപേക്ഷിക്കുക. അതിൽ വീഴരുത്. ഒന്നിനെ സ്വീകരിക്കുക, അതിനെ അവസാനം കാണുന്നതുവരെ അനുഷ്ഠിക്കുക. അവസാനം കാണുന്നതുവരെ അതിനെ ഉപേക്ഷിക്കരുത്. ഒരാദർശത്തോട് ഭ്രാന്ത് ആർക്കുണ്ടാകുന്നുവോ അവർക്കേ വിജയപ്രകാശം കാണാനാവൂ. അവിടുന്നും ഇവിടുന്നും കരണ്ട് തിന്നുന്നവർ ഒരിക്കലും ഒന്നും നേടില്ല. അതവരുടെ ഞരമ്പുകളെ കുറച്ചു നേരം ഇക്കിളിപ്പെടുത്തിയേക്കാം, പക്ഷേ അവിടെ അത് തീരും. ഒരാശയം സ്വീകരിക്കുക, അത് നിങ്ങളുടെ ജീവിതമാക്കി മാറ്റുക. അതേക്കുറിച്ച് ചിന്തിക്കുക, അത് സ്വപ്നം കാണുക, ആ ആശയത്തിൽ ജീവിക്കുക. നിങ്ങളുടെ തലച്ചോറ്, പേശികൾ, ഞരമ്പുകൾ, ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും ആ ആശയം കൊണ്ട് നിറയ്ക്കുക. മറ്റെല്ലാത്തിനെയും വിട്ടേക്കുക. ഇതാണ് വിജയത്തിലേക്കുള്ള വഴി. ഈ വഴിയാണ് മഹാന്മാരായ ആത്മീയ വ്യക്തിത്വങ്ങൾ രൂപപ്പെട്ടത്. മറ്റെല്ലാവരും വെറും പ്രഭാഷണ യന്ത്രങ്ങൾ. വിജയിക്കാൻ നിങ്ങൾക്ക് അപാരമായ സ്ഥിരോത്സാഹം വേണം, അപാരമായ മനഃശക്തി വേണം. സ്ഥിരോത്സാഹിയുടെ ആത്മാവ് പറയും, ഞാൻ ഈ സമുദ്രം കുടിച്ചു വറ്റിക്കും, എൻ്റെ ആത്മവീര്യത്താൽ ഞാൻ മലകൾ കീഴടക്കുമെന്ന്. അത്തരം ശക്തിയോടെ, ആത്മവീര്യത്തോടെ കഠിനപ്രയത്നം ചെയ്യും, നിങ്ങൾ ലക്ഷ്യത്തിലെത്തും. 100 വർഷം മുമ്പ് സ്വാമിജി പറഞ്ഞ മുത്തുച്ചിപ്പിയുടെ ഉദാഹരണം. ഒരു തുള്ളി വെള്ളമാണ് മുത്തുച്ചിപ്പിക്ക് ലഭിച്ചത്. പക്ഷേ സ്വാതി നക്ഷത്രം ഉദിക്കുന്നതുവരെ അത് കാത്തുനിന്നു. നക്ഷത്രം ഉദിച്ചപ്പോൾ അത് കടലിൻ്റെ മുകൾ പരപ്പിലേക്ക് പൊങ്ങി വന്നു. അതിൻ്റെ വായ പിളർന്നു പിടിച്ചു. ഒരു തുള്ളി ജലം ഉള്ളിലേക്ക് പോയി, വായടച്ചു. നേരെ സമുദ്രത്തിൻ്റെ അഗാധമായ അടിത്തട്ടിൽ പോയി ദീർഘകാലം തപസ് ചെയ്തു. വെറുമൊരു മഴത്തുള്ളിയെ നിരന്തരമായ തപസ്സുകൊണ്ട് അത് കോടാനുകോടി രൂപ വില വരുന്ന അതിവിശിഷ്ടമായ, ഒരിക്കലും നശിക്കാത്ത, തിളങ്ങുന്ന, ലോകത്തിന് ആദരവും സ്നേഹവും ഉള്ള മുത്തുച്ചിപ്പിയിലെ മുത്താക്കി മാറ്റി. മുത്തുച്ചിപ്പി അതിനെ മുത്താക്കി മാറ്റി. ഇതുപോലെയാണ് ആശയം. ഒരാശയത്തെ സ്വീകരിക്കണം, ആ ആശയത്തെ കേൾക്കണം, അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, അത് സ്വപ്നം കാണണം. കാരണം ആദർശശൂന്യനായ വ്യക്തി നിരന്തരം തെറ്റുകളിൽ ഏർപ്പെടുമ്പോൾ ഒരാദർശമുള്ളവൻ തെറ്റേത് ശരിയേത് എന്ന് വിവക്ഷിച്ചറിയുവാൻ കഴിവുള്ളവനായി തീരും. ഉദാത്തമായിരിക്കണം ആ ആദർശം. അത് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കണം. നമുക്ക് നമ്മുടെ കുടുംബവും സമാജവും മുഴുവൻ രാഷ്ട്രവും സമസ്ത ലോകവും നമുക്കൊപ്പം ഉയരുവാൻ കഴിയുന്നതായിരിക്കണം ഒരു ഉദാത്തമായ ആദർശം. ആ ആദർശത്തെ തിരഞ്ഞെടുക്കൂ, അതിനെക്കുറിച്ച് ചിന്തിക്കൂ, അതിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ട്. ഈ സമുദ്രം ഞാൻ കുടിച്ചു വറ്റിക്കും. സമുദ്രം കുടിച്ചു വറ്റിക്കുക പ്രായോഗികമല്ല, എന്നാൽ വേണ്ടി വന്നാൽ ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. ഭഗീരഥൻ പറഞ്ഞതുപോലെ ആകാശത്തിലൊഴുകുന്ന ദേവഗംഗയെ
വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് എൻ്റെ പൂർവികന്മാർക്ക് ശാപമോക്ഷം ലഭിക്കുവാൻ വേണ്ടി ഞാൻ പാതാളത്തിലേക്ക് എത്തിക്കും. അതിന് അദ്ദേഹം നടത്തിയ പ്രയത്നത്തെയാണ് നാം പൊതുവെ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ഒടുവിൽ ഇതുപോലെ ഒരാദർശത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചുകൊണ്ട് ഉദാത്തമായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നത് വരെ അതിൽ നിന്നും ഞാൻ പുറകോട്ടില്ല, ഞാൻ മലകൾ കീഴടക്കും എന്ന ശക്തിയോട് ആത്മവീരത്തോടെ മുന്നോട്ട് പോകുവാനും കഠിന പ്രയത്നം ചെയ്യുവാനും സംപൂജ്യ സ്വാമിജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു ആപ്തവാക്യവുമായിട്ട് നമുക്ക് നാളെ കാണാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.